മനുഷ്യരുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ 7 പരിമാണങ്ങളെ 7 ഡയമെൻഷനെ തിരിച്ചറിയാനായിട്ടുള്ള ന്യൂറോൺ ശൃംഖലകളുണ്ട്. അതിനർത്ഥം അനാദികാലം മുതൽ മനുഷ്യരിൽ ചിലർക്ക് 7 ഡയമെൻഷൻസിനെ തിരിച്ചറിയാനുള്ള കഴിവ് മസ്തിഷ്കത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. മതപരമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും ഒക്കെ ഫോഷ്കാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം. അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നും മാറി ചിന്തിക്കേണ്ടായിരുന്നു. ആത്മീയമായിട്ട് ഞാൻ വളരെ പ്രബുദ്ധനാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും ഈ പരീക്ഷണം നടത്താം. ഈ പരീക്ഷണം നടത്തിയിട്ട് അവരുടെ ഈ പർട്ടിക്കുലർ ബ്രെയിൻ ഏരിയ യാതൊരുവിധ ചേഞ്ചും ഇല്ലെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾ ഫോൾസ് ഗുരുവാണെന്നുള്ള മനസ്സിലല്ലേ. ഈ പ്രകാശത്തിന് മലയാളത്തിൽ പറഞ്ഞാൽ ജ്ഞാനോദയം എന്ന് പറയും. ജ്ഞാനോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ചൈതന്യം പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നാണ് അതിനർത്ഥം. ഫുള്ളായിട്ട് പുറത്തേക്ക് തുടങ്ങുമ്പോൾ പ്രകാശനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവമല്ല, പ്രകാശനം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമുണ്ട്. അത് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ലൈറ്റിനെ കാണാനൊക്കും, പെർമനൻ്റായിട്ടാണ്. അതുപോലെ കുണ്ടലിനി ശക്തി ഉണരുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയ ഒരാളാണ് മാർക്ക് ഹൗ എൻലൈറ്റൻമെൻറ്റ് ചേഞ്ചസ് യുവർ ബ്രെയിൻ. ഹൗ എൻലൈറ്റൻമെൻറ്റ് ചേഞ്ചസ് യുവർ ബ്രെയിൻ 2016 എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ഓതേഴ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ അതായത് ആൻഡ്രൂ ന്യൂബർഗും മാർക്ക് റോബർട്ടുമാണ്. അപ്പോൾ അതിനകത്തെ കാര്യം ഈ ആൻഡ്രൂ ന്യൂബർഗ് തന്നെ അല്പം പ്രകാശനം കിട്ടിയ ആളാണ്. എന്നാൽ ഇന്ത്യൻ യോഗികളുടെ അത്രയുമോ ഇന്ത്യൻ സന്യാസികളുടെ അത്രയൊന്നും പ്രകാശനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ലെവല് ഒരുപക്ഷെ 3ഓ 4ഓ ആയിരിക്കാം. 7ാമത്തെ ലെവൽ കഴിയുമ്പോഴാണ് സമ്പൂർണ്ണ എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ സെൻ യോഗ, ബുദ്ധമത തത്വങ്ങളനുസരിച്ച് അത് ചെയ്യുന്നവർക്കൊക്കെ ഈ ആന്തരിക രാജയോഗ, അങ്ങനെ പല പല യോഗ പ്രക്രിയകൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള വെളിച്ചം ഉള്ളിൽ കാണാറുണ്ട്. ആ വെളിച്ചം പെർമനൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് നടക്കുക. അപ്പോൾ ഏത് ലെവലിലാണ് ഒരാളെന്നുള്ളതിനെക്കുറിച്ച് പുള്ളിക്ക് നിർണ്ണയിക്കാൻ സാധിച്ചു ഒരു പരിധി വരെ. അതിന് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ്. റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എലമെൻസ് ഉള്ള തോറിയോ അങ്ങനെയുള്ള എലമെൻറ്റ്സ് റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് പ്രകാശ ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് ഇങ്ങനെ തുടർച്ചയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കും. അത് ഇലക്ട്രോൺസ് അല്ല, ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസാണ്. അത് വളരെ ചെറിയൊരു എമൗണ്ട് നമ്മുടെ സിരകളിൽ കുത്തി വച്ചിട്ട് ഒരു ക്യാമറ ഇറക്കിയാണ് നമ്മുടെ ഈ ഹാർട്ടിൻ്റെ സംബന്ധിച്ചുള്ള ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത്. എവിടെയാണ് ഇത് ചെന്ന് നിൽക്കുന്നതെന്നനുസരിച്ച് ബ്ലോക്കൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതേ കാര്യം മസ്തിഷ്കത്തിലും ചെയ്യാറുണ്ട് സ്ട്രോക്ക് വരുന്ന രോഗികൾക്ക്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് സ്പെക്റ്റ് ക്യാമറ സിസ്റ്റം. സിംഗിൾ ഫോട്ടോൺ എമിഷൻ ടോപ്പോഗ്രാഫി എന്നോ ഏതാണ്ടൊക്കെയാണ് അതിൻ്റെ പേര്. സ്പെക്റ്റ് ക്യാമറ എന്ന് മാത്രം ഓർത്തിട്ടാൽ വളരെ എക്സ്പെൻസീവ് സിസ്റ്റമാണ്. അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പകരം പരീക്ഷണത്തിനാണ് മാർക്ക് റോബർട്ട് ഉപയോഗിച്ചത്. ഇതിനെ ഉപയോഗിച്ചിട്ട് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇങ്ങനെയുള്ള പ്രകാശനം ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നവരുടെ ഏത് ഭാഗത്താണ് മസ്തിഷ്കത്തിൽ ഈ പറയുന്ന വ്യത്യാസങ്ങളുണ്ടായിരുന്നത് പഠിക്കാനായിട്ടായിരുന്നു. റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് കുത്തി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലഡ് സഞ്ചരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ തിരിച്ചറിയാനൊക്കും, ബ്ലഡ് കുറവുള്ള ഏരിയയെ തിരിച്ചറിയാനൊക്കും. അവരുടെ താല്പര്യം ബ്ലഡ് കുറവുള്ള ഏരിയ ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ ഈ സ്റ്റാൻഡേർഡ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, സ്കാൻ ഫോട്ടോഗ്രാഫ്സ്, ഒത്തിരി പേരുടെ എന്താ പറയുന്നത് ബ്രെയിൻ സ്കാൻ ഫോട്ടോഗ്രാഫ്. അതിൽ നിന്ന് അവർക്കറിയാനൊക്കും വ്യത്യസ്തനായ ഒരാളുടെ ബ്രെയിൻ. അപ്പോൾ അതിലൊരു ഏരിയയിൽ അവർ കണ്ടു. 16 ഫോട്ടോസ് ഞാൻ നോക്കിയായിരുന്നു. അതൊക്കെ വിശദമായിട്ടൊരു സർജൻ നോക്കിയാലേ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം അവരൊന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ ഭാഷാകോശങ്ങളിലാണ് ഈ ദ്വന്ദ്വത എന്ന് പറയുന്നത് നിൽക്കുന്നത്. എന്താണ് ദ്വന്ദ്വത? ദേഷ്യം, കുറേ ദേഷ്യം കഴിയുമ്പോൾ പിന്നെ സ്നേഹം, വെറുപ്പ്, അത് കഴിഞ്ഞ് സ്നേഹം. മനസ്സിലായില്ലേ? അങ്ങനെ നെഗറ്റീവും പോസിറ്റീവ് ഇമോഷൻസ് സദാ പ്രകടിപ്പിക്കുന്നവരാണ് മനുഷ്യർ, അല്ലേ? നമ്മുടെ മനുഷ്യ മനസ്സ് സദാ ചാഞ്ചാടി നടക്കുന്ന ഒരു കുരങ്ങനാണെന്നാണ് പറയുന്നത്. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് പെട്ടെന്ന്. ഇതുകൊണ്ടാണ് പല യുദ്ധങ്ങളും തൊട്ട് പല കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകാൻ കാര്യം. മനുഷ്യരിലെ ദേഷ്യവും അതിന് എതിരായിട്ടുള്ള പ്രവൃത്തി, അങ്ങനെ കുറ്റബോധമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ എൻലൈറ്റ്മെൻറ്റ് അഥവാ പ്രകാശനം എന്ന് പറയുന്ന പ്രതിഭാസം ഉള്ളവർക്ക് ഈ പറയുന്ന കോശങ്ങളുടെ ദ്വന്ദ്വത മാറി അവരിലെ
സദാസമയം സ്നേഹഭാവമാണ് നിലനിൽക്കുന്നതെന്നുള്ളത് അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അവരെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു എനിക്ക് ദേഷ്യമില്ല, എനിക്കിന് തോട്ട്സ് ഇല്ല. ഇവരുടെ അഫക്റ്റഡ് ആയിട്ടുള്ള ഇടതു മസ്തിഷ്കത്തിലെ കോശങ്ങളെന്ന് പറയുന്നത് വെർണിക്കേഴ്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ എന്നും പറഞ്ഞ് 2 ഏരിയാസ് ന്യൂറോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 100 വർഷം മുമ്പ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ആ ഭാഷാകോശങ്ങളാണ്. ഈ ഭാഷാകോശങ്ങളിലാണ് നമ്മുടെ ദ്വന്ദ്വത പ്രധാനമായിട്ട് ഇരിക്കുന്നത്. മറ്റ് ഏരിയാസിലുണ്ട് കേട്ടോ. ഈ പരീക്ഷണത്തിൽ അതാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരാൾ എന്തുമാത്രം പ്രകാശനം കിട്ടിയ ആളാണെന്നുള്ളത്. ആ പ്രകാശനത്തിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലെ ചൈതന്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന, യോഗയും മെഡിറ്റേഷനും കൂടെ ചെയ്യുന്നവർ. പിന്നെ അല്ലാതെ സ്വതസിദ്ധമായിട്ട് നന്മ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് കുറേ പ്രീസ്റ്റന്മാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളവരുണ്ട്. അല്ലാത്തവരും വിവിധ മതസ്ഥരായിട്ടുള്ളവർ നല്ല സ്വഭാവമുള്ളവരുണ്ട്. നമ്മളോട് ദേഷ്യപ്പെടുകയോ അധികരിച്ച് പെരുമാറ്റമോ അത് ധാരാളം പേരുണ്ട്. എൻ്റെയൊക്കെ വിചാരം അവരിൽ ആത്മീയത ഉണർന്നിരിക്കുന്നവരാണെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവരിൽ ദ്വന്ദ്വത കുറവാണ്. എന്ന് വെച്ചാൽ അവർക്ക് സെൽഫിഷ്നെസ് കാണും, ചിലപ്പോൾ വല്ലപ്പോഴും ഒക്കെ ദേഷ്യപ്പെടും. പക്ഷേ അവരാ ലാഡറിൻ്റെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് ചെല്ലാനായിട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ അവർ റിച്ചാർഡ് ഡോക്കിൻസിൽ പരീക്ഷണം നടത്തി. പക്ഷേ അത് ഇവരല്ലായിരുന്നു, ആൻഡ്രൂ റോബർട്ടും മാർക്കുമല്ല, വേറൊരാളാണ് പരീക്ഷണം നടത്തിയത്. അപ്പോൾ കണ്ടുപിടിച്ചു ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, ആ രീതിയിൽ അങ്ങ് വർക്ക് ചെയ്യുന്നില്ല. ആ ഭാഗം അതറിയാം, ഇത് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിച്ചാർഡ് ഡോക്കിൻസ് വലിയ നാസ്തികനാണ്. ഇപ്പം അങ്ങനെ എഴുതുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഗോഡ് ഇല്യൂഷൻ, ദൈവത്തെക്കുറിച്ചുള്ള മിഥ്യാബോധം എന്നുള്ളത്. ഇതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ the brain takes in what you want to believe. ഏത് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റമാണ് നമ്മൾ ഉള്ളത്, അത് നാസ്തികത ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്നുള്ള ബിലീഫായിരിക്കാം, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും ആയിരിക്കാം. എന്താണോ നിങ്ങൾ ഉള്ളിലേക്ക് ഇൻസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഈ കാര്യത്തിൽ അംഗീകരിക്കുന്നത്, ആ രീതിയിൽ ബ്രെയിനിലെ ന്യൂറോൺസ് അങ്ങ് മാറുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, ഇത്തരത്തിലുള്ള സാധന ചെയ്യുന്നവരുടെ വലതു മസ്തിഷ്കം, അവിടെയാണ് ഈ നമ്മുടെ ആത്മീയത എന്ന് പറയുന്ന കാര്യം. അതിലെ ന്യൂറോൺസ് വളരെ ആക്റ്റീവാകും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റിൽ കൂടി അവർക്ക് മനസ്സിലായി മനുഷ്യരുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ 7 പരിമാണങ്ങളെ, 7 ഡയമെൻഷനെ തിരിച്ചറിയാനായിട്ടുള്ള ന്യൂറോൺ ശൃംഖലകളുണ്ട്. അതിനർത്ഥം അനാദികാലം മുതൽ മനുഷ്യരിൽ ചിലർക്ക് 7 ഡയമെൻഷൻസിനെ തിരിച്ചറിയാനുള്ള കഴിവ് മസ്തിഷ്കത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഒരു പരിമാണമുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞൊരു എക്യുപ്മെൻറ്റിൻ്റെ യൂസേജ് ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റും, അറിയാം. പക്ഷെ പൊതുസമൂഹത്തിൽ നമുക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ വേണം, എവിഡൻസ് വേണം. അതാണ് ഈ യോഗികൾ എന്നൊക്കെ പറയുന്നവർ, ഈ പറഞ്ഞ നമ്മൾ ഈ ഓരോ അമാനുഷിക കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർ ഈ തലത്തിൽ എത്തിയവരുണ്ടാണ്. മതപരമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും ഒക്കെ ഭോഷ്കാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം. എല്ലായിടത്തും ഇല്ല, പക്ഷേ ഭൂരിഭാഗം അത് പലപ്പോഴും പല മാധ്യമങ്ങളിൽ കൂടി വന്നിട്ടുള്ള കാര്യമാണ്. അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നും മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. നിങ്ങളിപ്പോഴും വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ ആ പാതയിൽ കൂടെ സഞ്ചരിച്ച് വായനയിൽ കൂടിയോ അല്ലെങ്കിൽ അറിവുള്ളവർ കൂടെ ചോദിച്ച് മനസ്സിലാക്കി ഒരു മഹാമനസ്കത നിങ്ങൾ കാണിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടും മാറും. അതല്ല, ഇത് മേലാൻ ഞാൻ അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് ശപഥം ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെ ഇല്ലേ? നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല. അപ്പം ഈ പരീക്ഷണങ്ങൾ കൂടി അവർ പല കാര്യങ്ങളും, അപ്പോൾ ഇതൊക്കെ ഈ ചക്ര ഡെവലപ്മെൻറ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യത്തിൻ്റെ പെർമിയബിലിറ്റി കൂടുന്നത് കൊണ്ടാണിത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വശവും കൂടിയുണ്ട്. എനിക്ക് പല കാര്യങ്ങളും അറിയാം, ആത്മീയമായിട്ട് ഞാൻ വളരെ പ്രബുദ്ധനാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും ഈ പരീക്ഷണം നടത്താം. ഈ പരീക്ഷണം നടത്തിയിട്ട് അവരുടെ ഈ പർട്ടിക്കുലർ ബ്രെയിൻ ഏരിയയിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ലെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾ ഫോൾസ് ഗുരുവാണെന്നുള്ളതാണ്. മനസ്സിലല്ലേ? കാപട്യം കാണിക്കുന്ന ഗുരുക്കന്മാരെയും നമുക്ക് തിരിച്ചറിയാനൊക്കും. ഞാനൊരു സിനിമ കൊണ്ട് ജഗതിയുടെ
ഒരു സിനിമ ജഗതി ഒരു ഗുരുവായിട്ട് വന്ന് അടിച്ചിട്ട് ചിക്കൻ പീസ് കഴിച്ചുകൊണ്ട് പിടിക്കുന്നത്. എന്താണ് സിനിമയുടെ പേര്? എന്താ അതിൻ്റെ പേര്? പിള്ളേർ പറഞ്ഞേക്കാം നന്ദനം. ആ കുമ്പിടി ഞാൻ കണ്ടു. അപ്പം ഞാൻ ആലോചിച്ച് എടാ ഇങ്ങനെയുള്ളവരെ നമുക്ക് പരീക്ഷണ വിധേയമാക്കാം. പിന്നെ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഒരു വേഷവിധാനത്തിന് അതൊന്നും അല്ല അതിനകത്തെ കാര്യം. ഇപ്പം നിസർഗ മഹാരാജ് ഒരു റെയിൽവേ ക്ലർക്കായിരുന്നു അദ്ദേഹം. യാതൊരുവിധ വേഷങ്ങളൊന്നുമില്ല അദ്ദേഹം. പക്ഷേ എപ്പോഴും ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞൊരു ബൃഹത്തായ പുസ്തകം എഴുതിയിട്ടുണ്ട്. മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. നിസർഗ മഹാരാജ്, രമണ മഹർഷി അല്ലേ, അതുപോലെ പലരുമുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ സൗകര്യം, അവരെയൊന്നും ഞാൻ വിമർശിക്കുകയല്ല. പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ ശരിയായ പ്രകാശനമല്ലെങ്കിൽ ജ്ഞാനോദയം കിട്ടിയവർ നെസസറിലി എല്ലാവരും ഈ പറയുന്ന വേഷവിധാനങ്ങളിൽ കൂടി ഒന്നും ആയിരിക്കണമെന്നില്ല. എന്നാൽ അതിലുള്ളവരുമുണ്ട്, അതില്ലാതെ പറയാൻ പറ്റില്ല. നമ്മളത് ഒരു ഇടമധ്യത്തിലെ പാറ്റാണ് എടുക്കുന്നത്. സയൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പരീക്ഷ നടന്നു. പിന്നെ ഇനിയിപ്പം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ മുഴുവൻ പറയാമെന്നുള്ളത്, ഞാൻ അധികം യൂട്യൂബോ ഈ പറയുന്ന ചാറ്റ് GTP അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ ഈ ഗ്രന്ഥങ്ങളുണ്ട്. ഒരു 800-800 ശേഷം പുസ്തകങ്ങൾ ഞാൻ ഈ 35 വർഷം കൊണ്ട് വായിച്ചു തീർത്തു. പല പുസ്തകങ്ങളും ഗഹനങ്ങളാണ്. നമുക്ക് വന്നിട്ടുള്ള പല വീഡിയോസിനകത്ത് നമുക്ക് പല കമൻസും വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് സാറുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പർ കൊടുത്തേക്കാമല്ലോ സാർ? അപ്പോൾ അത് ഫോൺ നമ്പർ കൊടുത്തുള്ളൂ. പക്ഷേ ചീത്ത വിളിക്കാനായിട്ട് ആണ് കാരണം അറിയാനും അറിയിക്കാനും വേണ്ട, തർക്കിക്കാനും ചീത്ത വിളി കേൾക്കാനും അവരുടെ വയസ്സ് താല്പര്യമുള്ളവർ വന്നോളൂ. യു പ്ലീസ് വിസിറ്റ് മൈ ലൈബ്രറി, ഐ വിൽ ഷോ യു ഹാർഡ് ഡാറ്റ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ കണ്ടിട്ട് മാത്രം, നിങ്ങൾ ആരും ഇത് ഈ പറയുന്നൊന്നും വിശ്വസിക്കണമെന്നില്ല. ഇനി എനിക്കിതൊന്നും കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട ഒന്ന് മാത്രം ഒരു ചിന്താഗതി മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് റിജക്റ്റ് ചെയ്യാം. ബുക്കുകൾ അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണല്ലോ പുസ്തകങ്ങളെല്ലാം. കിട്ടും. നിങ്ങളുടെ രഹസ്യം എൻ്റേത് ഇത് കിട്ടും എനിക്ക്. പക്ഷേ എനിക്ക് നേരിട്ട് നിങ്ങൾ പറഞ്ഞാലും ഞാൻ അയച്ചു തരാം. മനസ്സിലായില്ലേ? ആമസോൺ എന്നൊക്കെ പറയുമ്പോൾ അത് ബുക്ക് ഷോപ്പുകളാണ് അവരുടെ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എൻ്റെ വേറൊരു പുസ്തകം, ആത്മാവും പുനർജന്മവും ആധുനിക ശാസ്ത്രദൃഷ്ടി. പക്ഷേ പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ ആരും ധരിക്കേണ്ട, നിങ്ങൾ എൻ്റെ പുസ്തകം വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞാൻ നല്ല കൂടുതൽ അറിയണമെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കാം.